ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് നാസ്റ്റിക്. അപ്പം നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ചിലെ അഡ്ജക്റ്റീവ് എന്ന ടോപ്പിക്കായിരുന്നു അല്ലേ. എന്താണ് അഡ്ജക്റ്റീവ് എന്നും അതുപോലെ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവിലെ ക്വാളിറ്റി അഡ്ജക്റ്റീവ്, ക്വാണ്ടിറ്റി അഡ്ജക്റ്റീവ് ആൻഡ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്, ഈ 3 ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ആ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവിലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? ഇൻ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്, പൊസസീവ് അഡ്ജക്റ്റീവ് ആൻഡ് പ്രോപ്പർ അഡ്ജക്റ്റീവ്. ഇത് 3ആണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇൻ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്? എന്താണ്? എ വേർഡ് ദാറ്റ് മോഡിഫൈ എ നൗൺ ഓർ പ്രൊനൗൺ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. It means interrogative adjective is a word of WH type questions which is used to interrogate anything in a sentence. What is interrogative adjective? A word that modifies a noun or pronoun to ask a questions. ചോദ്യരൂപത്തിൽ നൗണിനെ വിവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേംസിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞു, അതിൽ നൗണിനെ നമ്മൾ വിവരിക്കാൻ വേണ്ടിയിട്ട് WH ടൈപ്പ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തുകൊണ്ട് ചോദ്യരൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? WH ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേതൊക്കെയാണ്? വാട്ട്, ഹൂസ്, വിച്ച്, വേർ, വൈ. വാട്ട്, ഹൂസ്, വിച്ച്, വേർ, വൈ. ഈ പറഞ്ഞ ടേംസ് ഒക്കെ എന്താണ്? ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവിൻ്റെ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതായത് ഈ ടേംസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവിലെ സെൻറ്റൻസിൽ നൗണിനെ എന്താണ് ചോദ്യരൂപത്തിൽ വിവരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് ക്ലിയർ ആയില്ലേ? ഇതിൽ വാട്ട്, വിച്ച്, ഹൂസ് ഇവയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇവയെ ഡിറ്റർമിനസ് എന്നും വിളിക്കും. എന്താണ്? ഇവയെ ഡിറ്റർമിനസ് എന്ന് വിളിക്കും. വാട്ട്, വിച്ച്, ഹൂസ് ഇവയാണ് എന്ത്? സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻറ്ററോഗേറ്റീവ്സ്. ഇവയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഡിറ്റർമിനൻസ് എന്നും വിളിക്കും. ക്ലിയർ ആയോ? ഇത്തരം അഡ്ജക്റ്റീവുകൾ സാധാരണ ചോദ്യരൂപ സെൻറ്റൻസുകളിലാണ് കൂടുതൽ വരാറുള്ളത്. ഈ പറഞ്ഞ 3 ടേംസും സാധാരണഗതിയിലുള്ള ചോദ്യരൂപത്തിലുള്ള സെൻറ്റൻസുകളിലാണ് കൂടുതൽ ഉപയോഗിച്ച് കാണാറുള്ളത്. അവയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിറ്റർമിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് അല്ലേ. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയപ്പോൾ, വാട്ട് നോൺസെൻസ് ഈസ് ദീസ്. വാട്ട് നോൺസെൻസ് ഈസ് ദീസ്. വാട്ട് ബേർഡ് ഈസ് ദീസ്. വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് നോൺസെൻസ് ഈസ് ദീസ്. വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് ബേർഡ് ഈസ് ദീസ്. അപ്പം എന്തൊക്കെയാണ്? വാട്ട് നോൺസെൻസ് ഈസ് ദീസ്. വാട്ട് ഈസ് യുവർ നെയിം. വാട്ട് ബേർഡ് ഈസ് ദീസ്. ഈ 3 ടേമിലും നമ്മൾ എന്താണ് ആ സെൻറ്റൻസിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് അല്ലേ. എന്താ നിൻ്റെ പേര് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് ആ ഒരു സെൻറ്റൻസിനെ ചോദ്യരൂപത്തിൽ വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ചെയ്തു അവിടെ എന്താണ് നമ്മൾ ആഡ് ചെയ്തത്? വാട്ട് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു അല്ലേ. വാട്ട് എന്ന ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ആ സെൻറ്റൻസിനെ ചോദ്യരൂപത്തിലോട്ട് മാറ്റി. അപ്പം വാട്ട് ഈസ് യുവർ നെയിം. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ്, വാട്ട് നോൺസെൻസ് ഈസ് ദീസ്. വാട്ട് ബേർഡ് ഈസ് ദീസ്. എക്സാമ്പിൾസ് കണ്ടപ്പോൾ ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ഇൻറ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഏതാണ്? പൊസസീവ് അഡ്ജക്റ്റീവ്. ഏതാണ്? പൊസസീവ് അഡ്ജക്റ്റീവ്. എ വേർഡ് ദാറ്റ് മോഡിഫൈസ് എ നൗൺ ടു ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ്. ഇറ്റ് മീൻസ് ഷോ ഓണർഷിപ്പ് ഓർ ബിലോങ്ങിങ്. എ വേർഡ് ദാറ്റ് മോഡിഫൈസ് എ നൗൺ ടു ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ്. എന്താണ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ? പൊസസീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം. പൊസസീവ് നമ്മൾ പറയാറുണ്ടല്ലേ, എനിക്ക് ഭയങ്കര പൊസസീവാണ് എന്നൊക്കെ എന്താണ് പലരെയും കുറിച്ച് നമ്മൾ പറയാറില്ലേ. എനിക്ക് പൊസസീവാണ് ചില കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ചില ആളുകളെ പറ്റി പറയാറുണ്ട്, അവൾ ഭയങ്കര പൊസസീവായിട്ടുള്ള ആളാണ്. മീൻസ് എന്താണ് ഈ പൊസസീവ്? സ്വന്തം എന്ന് ചിന്തിക്കുന്നത് അല്ലേ. സ്വന്തമാണെന്ന് ചില കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് പൊസസീവാണ് അല്ലേ. അപ്പോൾ ആ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് എന്താണ്? ആ ഒരു ടേമാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
അല്ലേ? പൊസസീവ് എന്ന ടേം എന്താണ്? നമ്മൾ ചില കാര്യത്തിൽ ആവുന്ന ആ ഒരു പൊസസീവ്നെസ് ഒക്കെ നമ്മൾ ഈ ഒരു പൊസസീവ് എന്ന ടേമിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ? അപ്പം എന്താണ് ഈ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നതും? അതും അതുപോലെ തന്നെയാണ്. എന്താണ്? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന പദം അല്ലേ? ഒരു നൗണിനെ സ്വന്തം അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഓണർഷിപ്പിനെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ്? എന്താണ്? നമ്മളൊരു നൗണിൻ്റെ സ്വന്തം അല്ലെങ്കിൽ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതെന്താണ്? അതിൻ്റെ കൂടെ നൗൺസും നമ്മൾ ഉപയോഗിക്കും ആ സെൻറ്റൻസിൽ അല്ലേ? അപ്പം നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? മൈ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, അവർ, ദെയർ. മൈ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, അവർ, ദെയർ. കൂടാതെ അപ്പോസ്ട്രോഫി എസ്. ഇതെല്ലാം നമ്മൾ ഈ ടേമിലാണ് കാണുന്നത്, പൊസസീവ് അഡ്ജക്റ്റീവിൻ്റെ ടേംസിലാണ് കാണുന്നത്. ക്ലിയർ ആയോ? അപ്പോസ്ട്രോഫി എസ്സും കൂടി നമ്മൾ കാണുന്നത് ഏതിലാണ്? നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവിൻ്റെ ടേമിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവിൽ ഉൾപ്പെടുന്നതാണ് മൈ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, അവർ, ദെയർ ആൻഡ് അപ്പോസ്ട്രോഫി എസ്. ദെൻ നോക്കിയേ, ദേ സേ ഹൂ സംതിങ് ബിലോങ്സ് ടു എന്ന് നമ്മൾ പൊസസീവ് അഡ്ജക്റ്റീവ്സിനെ പറയാറുണ്ട്. എന്താണ്? ആരുടേതാണെന്ന് പറയാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ടേമിനെ പറയുന്ന പേരാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്നും നമ്മൾ പറയാറുണ്ട്. എന്താണ്? ദേ സേ ഹൂ സംതിങ് ബിലോങ്സ് ടു, ആരുടേതാണെന്ന് പറയാൻ ഉപയോഗിക്കുന്ന ടേം. ക്ലിയർ ആയോ? ആരുടേതാണെന്ന് പറയാൻ ഉപയോഗിക്കുന്ന ടേമും ഏതാണ്? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. ദിസ് ഈസ് മൈ പെൻ. ദിസ് ഈസ് മൈ പെൻ. മൈ എന്ന് പറയുന്നത് അവിടെ എന്താണ്? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. മൈ എന്ന് പറയുന്നത് ആ സെൻറ്റൻസിൽ വന്നപ്പോൾ എന്താണ്? അത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പെൻ എന്നത് ഒരു നൗണാണ്. ദിസ് ഈസ് മൈ പെൻ എന്താണ്? ഇതെൻ്റെ പേനയാകുന്നു. എൻ്റെ എന്ന ആ ഒരു സ്വന്തം, ആ ഒരു ഓണർഷിപ്പ്, ആ ഒരു ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ആരുടേതെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ച ടേമാണ് എന്ത്? മൈ എന്ന അഡ്ജക്റ്റീവ്. ക്ലിയർ ആയോ? ദിസ് ഈസ് മൈ പെൻ. ഇറ്റ് ഈസ് ഹിസ് ബൈക്ക്. ദാറ്റ് ഈസ് യുവർ ഡോഗ്. ഇറ്റ് ഈസ് ഹിസ് ബൈക്ക്. ദാറ്റ് ഈസ് യുവർ ഡോഗ്. വേണീസ് ഹൗസ്. ക്ലിയർ ആയോ? എക്സാമ്പിൾസ്: ദിസ് ഈസ് മൈ പെൻ. ഇറ്റ് ഈസ് ഹിസ് ബൈക്ക്. ദാറ്റ് ഈസ് യുവർ ഡോഗ്. വേണീസ് ഹൗസ്. ഈ ഓരോ എക്സാമ്പിൾസിലും എന്താണ്? ആരുടേതാണെന്ന് പറയാൻ, ഓണർഷിപ്പ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ടേംസ് എല്ലാം ഏതാണ്? പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻ്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് പറഞ്ഞു, പൊസസീവ് അഡ്ജക്റ്റീവും പറഞ്ഞു. ഇനി ഏതാണ് നമുക്ക് പറയാനുള്ളത്? ഏതാണ്? ഈ പൊസസീവ് അഡ്ജക്റ്റീവ് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ ഇതേപോലെ വേറെ എവിടേക്കോ കേട്ടിട്ടുണ്ടല്ലോ എന്നല്ലേ? നമ്മൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട, അങ്ങനെ കൺഫ്യൂഷൻസും വേണ്ട. കാരണം നമ്മളത് കേട്ടിട്ടുള്ളത് എവിടെയാണ്? പ്രോനൗണിൻ്റെ ഭാഗത്താണ് അല്ലേ? അവിടെ എന്താ കേട്ടത്? പൊസസീവ് പ്രോനൗൺ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ പൊസസീവ് പ്രോനൗൺ? ഇവ നൗണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവ തനിച്ചാകും സെൻറ്റൻസിൽ നിൽക്കുന്നത്. ഈ പൊസസീവ് അഡ്ജക്റ്റീവിൽ എന്താണ് മാറ്റമുള്ളത്? അത് നൗൺ ഉണ്ടാവും അതിൻ്റെ കൂടെ. പക്ഷെ പൊസസീവ് പ്രോനൗണിലാവുമ്പോൾ നൗണ് കൂടെ ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. എന്താണ്? പൊസസീവ് അഡ്ജക്റ്റീവ് ആവുമ്പോൾ കൂടെ നൗണ് ഉണ്ടാകും. പൊസസീവ് പ്രോനൗൺ ആവുമ്പോൾ കൂടെ എന്താണ്? നൗൺ ഉണ്ടായിരിക്കില്ല. Also say who something belongs to, but they replace the noun, so we use the alone. So we use them alone. തനിച്ചായിട്ടായിരിക്കും ആ സെൻറ്റൻസിൽ അത് നിൽക്കുന്നത്. അത് റീപ്ലേസ് നൗൺ, നൗണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൊസസീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. അത് നമ്മളിപ്പോൾ ഇവിടെ പറയേണ്ട ടോപ്പിക്കല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. പക്ഷെ ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന പദങ്ങൾ മൈൻ, യുവേഴ്സ്, ഹിയേഴ്സ്, ഹിസ്, അവേഴ്സ്. ഇതൊക്കെയാണ് പൊസസീവ് പ്രോനൗണിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ?
അപ്പോൾ പൊസസീവ് അഡ്ജക്റ്റീവ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതും പൊസസീവ് പ്രോനൗണും തമ്മിലുള്ള ആ ഒരു കൺഫ്യൂഷനും ക്ലിയർ ആയില്ലേ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഏതാണ് ഇനി പറയാനുള്ളത്? പ്രോപ്പർ അഡ്ജക്റ്റീവ്. ഏതാണ്? പ്രോപ്പർ അഡ്ജക്റ്റീവ്. എ പ്രോപ്പർ അഡ്ജക്റ്റീവ് ഡിറൈവ്ഡ് ഫ്രം പ്രോപ്പർ നൗൺ ആൻഡ് ഈസ് ക്യാപിറ്റലൈസ്ഡ്. എന്താണ് പറയുന്നത്? ഈ പ്രോപ്പർ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ടുള്ള കേട്ട് പരിചയമുള്ള നമ്മൾ പഠിച്ചു പോകുന്നൊരു ഭാഗമാണ് അല്ലേ. ഏതാണത്? പ്രോപ്പർ നൗൺ. ഏതാണ്? ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള നൗണിൻ്റെ ഭാഗത്താണ് അല്ലേ. നേരത്തെ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്തത് നൗണിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഈ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്നതിൽ പ്രോപ്പർ എന്ന ടേമും കേട്ടിട്ടുള്ളത് എവിടെയാണ്? നൗണിൻ്റെ ഭാഗത്ത് തന്നെയാണ്. എന്താണ്? പ്രോപ്പർ നൗൺ. അപ്പോൾ ഈ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോപ്പർ നൗണിൽ നിന്നും രൂപപ്പെട്ടതാണ്. എന്താണ്? പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്നത് പ്രോപ്പർ നൗണിൽ നിന്നും രൂപപ്പെട്ടതാണ്. ക്ലിയർ ആയോ? അപ്പം അങ്ങനെ രൂപപ്പെട്ട ടേംസിനെ വിളിക്കുന്നതാണ് എന്ത്? പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടോ? എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഈ പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണങ്ങളൊന്ന് നോക്കിയേ. ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഈ പ്രോപ്പർ നൗൺ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥലത്തിന് അങ്ങനെ എന്തിനായിക്കോട്ടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പേര് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഓരോ വ്യക്തിക്ക് നൽകുന്ന പേരുകൾ അല്ലെങ്കിൽ സ്ഥലത്തിന് നൽകുന്ന പേര് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിന് നൽകുന്ന പേര് അതൊക്കെ ഏതാണ്? ഈ പ്രോപ്പർ നൗൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പ്രോപ്പർ നൗൺ എന്ന് ക്ലിയർ ആയില്ലേ? അതിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ത്? പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ ടേമിൽ നിന്നും രൂപപ്പെടുന്നതാണ്, ആ പ്രോപ്പർ നൗണിൽ നിന്നും രൂപപ്പെടുന്ന ഒന്നാണ് എന്ത്? പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗണാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതേതാണ്? പ്രോപ്പർ നൗണാണ്. അതിന് നമ്മൾ എന്താക്കുകയാണ്? അഡ്ജക്റ്റീവ് ആക്കുകയാണ്. എങ്ങനെ? ഇന്ത്യൻ. ഇന്ത്യൻ എന്ന ടേം എന്താണ്? പ്രോപ്പർ അഡ്ജക്റ്റീവാണ്. അമേരിക്ക. അമേരിക്കൻ. അമേരിക്ക. അമേരിക്കൻ. അമേരിക്കൻ എന്ന് പറയുന്നത് ഏതാണ്? ഒരു പ്രോപ്പർ അഡ്ജക്റ്റീവാണ്. ഇറ്റലി. ഇറ്റാലിയൻ. ഇറ്റലി. ഇറ്റാലിയൻ. എലിസബത്ത്. എലിസബത്തൻ. എലിസബത്ത്. എലിസബത്തൻ. കാനഡ. കനേഡിയൻ. കാനഡ. കനേഡിയൻ. അമേരിക്ക. അമേരിക്കൻ. ഇറ്റലി. ഇറ്റാലിയൻ. കാനഡ. കനേഡിയൻ. ഇന്ത്യ. ഇന്ത്യൻ. ഇതെല്ലാം എന്താണ്? ഫസ്റ്റ് പറയുന്ന ടേം പ്രോപ്പർ നൗണും അതിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഇന്ത്യൻ, അമേരിക്കൻ, ഇറ്റാലിയൻ, കനേഡിയൻ എന്നീ പറയുന്നതൊക്കെ പ്രോപ്പർ അഡ്ജക്റ്റീവിൻ്റെ ടേംസുമാണ്. ക്ലിയർ ആയില്ലേ? അതിന് നമുക്കൊന്ന് ജസ്റ്റ് എക്സാമ്പിളും കൂടി പറയാം. ആൻഡ്രൂ ഈസ് ആൻ ഓസ്ട്രേലിയൻ പ്ലെയർ. ആൻഡ്രൂ ഈസ് ആൻ ഓസ്ട്രേലിയൻ പ്ലെയർ. അതിലെ ഓസ്ട്രേലിയ എന്നല്ല വന്നിരിക്കുന്നത്, ഓസ്ട്രേലിയൻ. ക്ലിയർ ആയോ? ഓസ്ട്രേലിയൻ. അപ്പോൾ അത് ഏത് ടേമാണ്? പ്രോപ്പർ അഡ്ജക്റ്റീവാണ്. ഷാക്കിറ ഈസ് ആൻ ആഫ്രിക്കൻ പോപ്പ് സിംഗർ. ഷാക്കിറ ഈസ് ആൻ ആഫ്രിക്കൻ പോപ്പ് സിംഗർ. അതിലെ ആഫ്രിക്കൻ എന്ന് പറയുന്ന ടേം എന്താണ്? പ്രോപ്പർ അഡ്ജക്റ്റീവാണ്. അപ്പോൾ എന്താണ് പ്രോപ്പർ അഡ്ജക്റ്റീവ് എന്ന് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി അത് കൂടാതെ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് വേറെയുണ്ട്. അതിൽ പെട്ട ഒന്ന് ഏതാണ്? അബ്സല്യൂട്ട് അഡ്ജക്റ്റീവ്, അതായത് ഇൻറ്റൻസീവ് അഡ്ജക്റ്റീവ്. എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ്, അതായത് എംഫസൈസ് അഡ്ജക്റ്റീവ്. ഇതിൽ അബ്സല്യൂട്ട് അഡ്ജക്റ്റീവ് എന്താണ്? താരതമ്യപ്പെടുത്താനോ മാറ്റാനോ കഴിയാത്ത അവസ്ഥകളെ പറയുന്ന അഡ്ജക്റ്റീവ്സ് ആണ് അബ്സല്യൂട്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ഈ ആദ്യം പറഞ്ഞ 6 ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ്. അത് കൂടാതെ ഉള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറയാണ്. അതേതാണ്? അബ്സല്യൂട്ട് അഡ്ജക്റ്റീവ്, അതായത് ഇൻറ്റൻസീവ് അഡ്ജക്റ്റീവ്. ഇതെന്താണ്? An adjective that describes a state that cannot be compared or changed. It also called intensive adjective.
താരതമ്യപ്പെടുത്താനോ മാറ്റാനോ കഴിയാത്ത ഒരവസ്ഥയെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഡെഡ്, പ്രഗ്നന്റ്, ഫിനിഷ്ഡ്, യുണീക്ക്, സ്റ്റാർട്ടഡ്. ഈ ടേംസ് ഒക്കെ എന്താണ്, ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല, അതുപോലെ മാറ്റാനും കഴിയാത്ത അവസ്ഥയാണ്. ഡെഡ്, യുണീക്ക്, സ്റ്റാർട്ടഡ്, ഫിനിഷ്ഡ്, പ്രഗ്നന്റ്, ഈ ടേംസ് ഒക്കെ ക്ലിയർ ആയോ? ഇതൊക്കെ ഏതാണ്? അബ്സല്യൂട്ട് അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ മറ്റൊന്ന് പറഞ്ഞു, ഏത്? എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ്. എന്താണ് എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവ്? ഈ എക്സ്ക്ലമേറ്ററി അഡ്ജക്റ്റീവിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? എംഫസൈസിങ് അഡ്ജക്റ്റീവ്. These adjectives are used to emphasize or stress on the noun it qualifies. ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേംസിനെ പറയുന്നതാണ് എംഫസൈസിങ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ്? ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേംസ്. ഓക്കെ, എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. ഹി പെയിൻറ്റ് ഹിസ് ഓൺ റൂം. ഹി പെയിൻറ്റ് ഹിസ് ഓൺ റൂം. ദിസ് വാസ് ദി വെരി ടോയ് ദാറ്റ് മൈ ചൈൽഡ് വാണ്ടഡ്. ദിസ് വാസ് ദി വെരി ടോയ് ദാറ്റ് മൈ ചൈൽഡ് വാണ്ടഡ്. സിറ്റ് ഇൻ യുവർ ഓൺ ചെയർ. ഇതൊക്കെ നമ്മളെ എംഫസൈസിങ് അഡ്ജക്റ്റീവിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന ടേംസ് ആണ് എംഫസൈസിങ് അഡ്ജക്റ്റീവ്. അതായത് ഓൺ, വെരി എന്ന് പറയുന്ന ടേംസ് ഒക്കെ എന്താണ്? എംഫസൈസിങ് അഡ്ജക്റ്റീവ്സ് ആണ്. ഈ വെരി ഒരേ സമയം അഡ്ജക്റ്റീവും ഒരേ സമയം അഡ്വേർബും കൂടി ആവാറുണ്ട്. അതായത് എപ്പോഴാണ്? ഹൈ ഡിഗ്രിയിൽ അഥവാ ഹൈ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് അഡ്വേർബ് ആയിരിക്കും. ഹൈ ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് പറയാൻ ഉപയോഗിക്കുന്ന വെരി എന്ന ടേമിൻ്റെ ഉപയോഗം ഏതായിരിക്കും? അഡ്വേർബ് ആയിരിക്കും. അതല്ലാതെ എന്താണ്, നമുക്ക് ആ ഒരു വെരി എന്ന ടേം ഒരു നൗണിൻ്റെ മുമ്പിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ വെരി എന്ന ടേം ഏതായിരിക്കും? അഡ്ജക്റ്റീവ് ആയിരിക്കും. ഒരു സെൻറ്റൻസിൽ ഹൈ ഡിഗ്രി കാണിക്കാൻ പറയുമ്പോൾ ആ വെരി എന്ന ടേം അഡ്വേർബും, ഒരു സെൻറ്റൻസിൽ നൗണിൻ്റെ കൂടെ വെരി എന്ന ടേം വന്നു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എംഫസൈസിങ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ ഉറപ്പിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചെയറിൽ ഇരിക്കുക. സിറ്റ് ഇൻ യുവർ ഓൺ ചെയർ. നിങ്ങളുടെ സ്വന്തം ചെയറിൽ ഇരിക്കുക. നിങ്ങളുടെ സ്വന്തമാണെന്ന് ഉറപ്പിച്ച് പറയാനാണ് അവിടെ എന്ത് ഉപയോഗിച്ചത്? ഓൺ എന്ന ടേം ഉപയോഗിച്ചത്. അവിടെ ഓൺ എന്ന ടേം ഉപയോഗിച്ചത് നിങ്ങളുടെ സ്വന്തം എന്നും ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയില്ലേ? ബാക്കി എക്സാമ്പിൾസും കൂടി ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ ടേംസ് ഏതൊക്കെയായിരുന്നു? ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആയിരുന്നു അല്ലേ? അതിൽ നമ്മൾ ഇൻ്ററോഗേറ്റീവ്, പൊസസീവ് ആൻഡ് പ്രോപ്പർ അഡ്ജക്റ്റീവ്, കൂടാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് അബ്സല്യൂട്ട് ആൻഡ് എംഫസൈസിങ് അഡ്ജക്റ്റീവ്സും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവിൻ്റെ ഭാഗങ്ങളായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്? ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഡെമോൺസ്ട്രേറ്റീവ്, ഇൻ്ററോഗേറ്റീവ്, പൊസസീവ് ആൻഡ് പ്രോപ്പർ. കൂടാതെ നമ്മൾ വേറെ പല അഡ്ജക്റ്റീവ്സും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മളെ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ് എന്ന ആ ഒരു ടോപ്പിക്, ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ് എന്ന ടോപ്പിക് നമ്മൾ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് അഡ്ജക്റ്റീവിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.